നമ്മളിന്ന് ചെറിയൊരു ടോപ്പിക്കാണ് നോക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഘടന. എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി 3 ഘടകങ്ങൾ ഉണ്ടായിരിക്കും കേട്ടോ. എത്ര ഘടകങ്ങളുണ്ടായിരിക്കും? 3 ഘടകങ്ങൾ. എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി 3 ഘടകങ്ങൾ ഉണ്ടായിരിക്കും. അതിലൊന്നാണ് നിയമനിർവഹണ വിഭാഗം. എന്താണ്? നിയമം നിർവഹിക്കുന്ന വിഭാഗം, നിയമനിർവഹണ വിഭാഗം. ഇപ്പം ഇന്ത്യയുടെ കാര്യം എടുത്താൽ തന്നെ ഈ നിയമനിർവഹണ വിഭാഗത്തിലാണ് ലോക്സഭ ഉൾപ്പെടുന്നത്, അല്ലേ? ലോകസഭ ഉൾപ്പെടുന്നത്, രാജ്യസഭ ഉൾപ്പെടുന്നത്, പിന്നെന്തുണ്ട്? പ്രസിഡന്റ് കൂടി ഉൾപ്പെടും. ആരൊക്കെയുണ്ട്? ലോകസഭയുണ്ടാകും, രാജ്യസഭയുണ്ടാകും, പ്രസിഡന്റ് ഉൾപ്പെടും. ഈ പ്രസിഡന്റ് നിയമനിർമ്മാണ സഭയുടെ ഭാഗമാണ്. എന്നാൽ ഇവയിൽ അംഗമാണോ? ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായ ലോകസഭയിലോ രാജ്യസഭയിലോ പ്രസിഡന്റ് അംഗമാണോ? ഉത്തരം അല്ല. പ്രസിഡന്റ് നിയമനിർമ്മാണ സഭയിൽ അംഗമല്ല. എന്നാൽ നിയമനിർമ്മാണ സഭയുടെ ഭാഗമാകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഇപ്പോൾ ഒരു ബില്ല് നിയമമാവുന്നത് പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതോടുകൂടിയാണ്, അല്ലേ? ആ പ്രസിഡന്റ് ഒപ്പുവെക്കുന്ന സന്ദർഭത്തിൽ നിയമനിർമ്മാണ സഭയുടെ ഭാഗമാകുന്നുണ്ട്. രണ്ടെന്താ? നമ്മുടെ ലോക്സഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടൂലേ? സംയുക്ത സമ്മേളനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 108. സംയുക്ത സമ്മേളനം ഏത് രാജ്യത്ത് നിന്ന് കടമെടുത്തു? ഓസ്ട്രേലിയയിൽ നിന്ന് കടമെടുത്തു. ഓക്കെ. ഈ സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്ന സന്ദർഭത്തിൽ പ്രസിഡന്റ് നിയമനിർമ്മാണ സഭയുടെ ഭാഗമാകുന്നുണ്ട്. ഈ സംയുക്ത സമ്മേളനം അഭിസംബോധന ചെയ്യുന്ന സമയങ്ങളിലും പ്രസിഡന്റ് നിയമനിർമ്മാണ സഭയുടെ ഭാഗമാകുന്നുണ്ട്. അപ്പൊ ഈ 3 സമയങ്ങളാണ് ഞാൻ പറഞ്ഞത്. പ്രസിഡന്റ് നിയമനിർമ്മാണ സഭയുടെ ഭാഗമാകുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? 1. ഒരു ബില്ലിന് അംഗീകാരം നൽകുമ്പോൾ. 2. സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുമ്പോൾ. 3. ഈ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്ന നിമിഷങ്ങളിലും ആണ് കേട്ടോ. അപ്പൊ ഇന്ത്യയുടെ ലോകസഭ, രാജ്യസഭ, പ്രസിഡന്റും ചേർന്നതാണ് ഇന്ത്യയുടെ നിയമനിർവഹണ വിഭാഗം. 2. കാര്യനിർവഹണ വിഭാഗം കേട്ടോ. കാര്യനിർവഹണ വിഭാഗം. അപ്പോൾ നിയമനിർവഹണ വിഭാഗത്തെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത് കാര്യനിർവഹണ വിഭാഗം. ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? എക്സിക്യൂട്ടീവ് എന്ന് പറയാം കേട്ടോ. കാര്യനിർവഹണ വിഭാഗത്തെ എക്സിക്യൂട്ടീവ് എന്ന് പറയാം. ഈ കാര്യനിർവഹണത്തിൽ ഉൾപ്പെടുന്നതാണ്, അതായത് കാര്യം നിർവഹിക്കുന്നവരുടെ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്. 1. രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രസിഡന്റ് ഉണ്ട്, അല്ലേ? രാഷ്ട്രപതിയുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്. രാഷ്ട്രപതിയെ പറയുമ്പോൾ ആരെയും പറയാം? ഉപരാഷ്ട്രപതിയെയും പറയാം കേട്ടോ. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതിയുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, അല്ലെ? പിന്നെ എന്തുണ്ട്? നമ്മുടെ മന്ത്രിസഭകളുണ്ട്, അല്ലെ? മന്ത്രിസഭ. പിന്നെ നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളില്ലേ? ഉദ്യോഗസ്ഥ വൃന്ദം. ഇവരെല്ലാം കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ. 3ാമത്തെ ഘടകം ഏതെന്ന് പറയാമോ? നീതിന്യായ വിഭാഗം. നമ്മുടെ കോടതികൾ. ഏതാണ്? നീതിന്യായ വിഭാഗം. അപ്പോൾ ഒരു ഗവൺമെന്റിന്റെ ഘടനയിലെ 3 ഘടകങ്ങൾ പറയാം. നിയമനിർവഹണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. ഓക്കെ. ഈ നിയമനിർവഹണ വിഭാഗത്തിലാണ് നമ്മുടെ രാജ്യത്തെ കാര്യമാണ് പറയുന്നതെങ്കിൽ ലോക്സഭയും രാജ്യസഭയും പ്രസിഡന്റും ഉണ്ടായിരിക്കും. കാര്യനിർവഹണ വിഭാഗത്തിലാണ് നമ്മുടെ രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഉപരാഷ്ട്രപതി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെല്ലാം ഉണ്ടാകുന്നത്. നീതിന്യായ വിഭാഗം പറയുമ്പോൾ ഏതൊക്കെയാണ്? കോടതികൾ, അല്ലേ? ഏതൊക്കെ കോടതികൾ വരും? നമ്മുടെ ഏറ്റവും ഉയർന്ന സുപ്രീം കോടതി മുതൽ ഏറ്റവും താഴെത്തട്ടിലുള്ള മുൻസിഫ്, മജിസ്ട്രേറ്റ് കോടതികൾ വരെ നീതിന്യായ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ഇങ്ങനെ 3 ഘടകങ്ങളായി, അതായത് ഒരു ഗവൺമെന്റിന്റെ ഘടകങ്ങളെ 3ആയി തരം തിരിച്ചത് ഒരു ഫ്രഞ്ച് ചിന്തകനായ ഒരു വ്യക്തിയാണ്. ആരെന്ന് പറയാമോ? മോണ്ടസ്ക്യൂ. ആരാണ്? മോണ്ടസ്ക്യൂ. ഓക്കെ. ഗവൺമെന്റിന്റെ ഘടകങ്ങളെ 3ആയി തിരിച്ചതാരാണ്? മോണ്ടസ്ക്യൂ. അദ്ദേഹത്തിന് ഒരു കൃതിയുണ്ട് കേട്ടോ. ദ സ്പിരിറ്റ് ഓഫ് ലോ. കൃതിയുടെ പേരെന്താണ്? ദ സ്പിരിറ്റ് ഓഫ് ലോ. ഈ സ്പിരിറ്റ് ഓഫ് ലോയിലാണ് ഇങ്ങനെ 3ആയി തിരിച്ചിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ നിയമനിർവഹണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. ഈ കാര്യനിർവഹണ വിഭാഗത്തിൽ തന്നെ 2ആയിട്ട് തിരിക്കാം. 1 സ്ഥിരം കാര്യനിർവഹണ വിഭാഗമുണ്ട്, സ്ഥിരമായി നിൽക്കുന്നത്. അവരാണ് ഈ ഉദ്യോഗസ്ഥ വൃന്ദം, അല്ലെ? ഭരണം മാറിയാലും ഇവരെന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. 2. രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം. ഈ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിലാണ് നമ്മുടെ രാഷ്ട്രപതിയും, ഉപരാഷ്ട്രപതിയും, പ്രധാനമന്ത്രിയും, മന്ത്രിസഭയൊക്കെ ഉൾപ്പെടുന്നത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 108. സംയുക്ത സമ്മേളനം ഏത് രാജ്യത്തു നിന്നും കടമെടുത്തു? ഓസ്ട്രേലിയയിൽ നിന്ന്. ഓക്കെ, ശരി. അപ്പോൾ 2 തരം എക്സിക്യൂട്ടീവ് ഉണ്ടെന്ന് പറഞ്ഞു. 1 സ്ഥിരം എക്സിക്യൂട്ടീവ് ഉണ്ട്, രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. ഇനി ഈ എക്സിക്യൂട്ടീവ്
ഓരോ രാജ്യങ്ങളിലും ഓരോ തരത്തിലുമാണ് കാണപ്പെടുന്നത്. നമ്മുടെ വിവിധ തരം എക്സിക്യൂട്ടീവ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഇന്ത്യയിൽ കാണുന്ന പാർലമെന്ററി സമ്പ്രദായം അല്ലേ, പാർലമെന്ററി സമ്പ്രദായം. ഇന്ത്യയിലെ എക്സിക്യൂട്ടീവ് എങ്ങനെ അറിയപ്പെടുന്നത്? പാർലമെന്ററി സമ്പ്രദായം. ഇനി നമ്മുടെ അമേരിക്കയിലൊക്കെ കാണുമല്ലോ, അവിടെ എന്താണ്? പ്രസിഡൻഷ്യൽ സമ്പ്രദായം. എന്താണ്? പ്രസിഡൻഷ്യൽ സമ്പ്രദായം. ഇനി നമ്മുടെ ശ്രീലങ്ക പോലെയുള്ള രാഷ്ട്രങ്ങളിൽ അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായം. ഓക്കെ, അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായം. അപ്പൊ കാര്യനിർവഹണ വിഭാഗത്തെ അഥവാ എക്സിക്യൂട്ടീവ് രാജ്യങ്ങളിൽ 3 ഘടകങ്ങളായിട്ട് കാണപ്പെടുന്നു. അതായത് ചില രാജ്യങ്ങളിൽ പാർലമെന്ററി സിസ്റ്റം ആയിരിക്കും, ചില രാജ്യങ്ങളിൽ പ്രസിഡൻഷ്യൽ സിസ്റ്റം ആയിരിക്കും, ചില രാജ്യങ്ങളിൽ അത് അർദ്ധ പ്രസിഡൻഷ്യൽ സിസ്റ്റം ആയിരിക്കും. അപ്പോൾ നോക്കിയോ, ഒരു കൂട്ടു ഉത്തരവാദിത്വത്തെ നിറവേറ്റുന്ന സംവിധാനങ്ങൾ ഏതൊക്കെയാണ് അല്ലെ, അല്ലെങ്കിൽ കൂട്ടായ നേതൃത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള വ്യവസ്ഥകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പാർലമെന്ററി സിസ്റ്റവും അർദ്ധ പ്രസിഡൻഷ്യൽ സിസ്റ്റവും. ഓക്കെ, എന്താണ്? കൂട്ടു നേതൃത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള വ്യവസ്ഥകളാണ് പാർലമെന്ററി സിസ്റ്റവും അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായം. ഈ പ്രസിഡൻഷ്യൽ സമ്പ്രദായം വരുമ്പോൾ ഒരു വ്യക്തിയുടെ നേതൃത്വത്തെ അടിസ്ഥാനമാക്കിയാണ് കാര്യങ്ങൾ നടന്നു വരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ കൂട്ടായ നേതൃത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള സംവിധാനങ്ങളെ തിരിച്ചറിയുക ഏതൊക്കെയാണ്? പാർലമെന്ററിയും അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായം. ഇനി ഇത് എന്തൊക്കെയാണെന്ന്, ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും നമുക്ക് പഠിക്കാം. ഇനി പാർലമെന്ററി സംവിധാനത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണയായി ഇവിടെ ഭരണത്തലവൻ പ്രധാനമന്ത്രി ആയിരിക്കും അല്ലെ. ഭരണത്തലവൻ ആരായിരിക്കും? തലവൻ പ്രധാനമന്ത്രി ആയിരിക്കും. ഓക്കെ, ഭരണത്തലവൻ ആരായിരിക്കും? പ്രധാനമന്ത്രി ആയിരിക്കും. ഇനി രാഷ്ട്രത്തിന്റെ തലവൻ രാഷ്ട്രപതി ആയിരിക്കും കേട്ടോ. രാഷ്ട്രപതി ആയിരിക്കും രാഷ്ട്രത്തിന്റെ തലവൻ. അല്ലെങ്കിൽ ആരാവാം? രാജാവാം. ഓക്കെ, നമ്മുടെ ബ്രിട്ടൻ അല്ലെ, ബ്രിട്ടൻ പാർലമെന്ററി സംവിധാനം പിന്തുടരുന്ന ഒരു രാജ്യമാണ്. അവിടെ ഭരണ തലവൻ ആരായിരിക്കും? പ്രധാനമന്ത്രി ആയിരിക്കും. ഇന്ത്യയിലും ഭരണത്തലവൻ ആരായിരിക്കും? പ്രധാനമന്ത്രി ആയിരിക്കും. അവിടെ രാഷ്ട്രത്തിന്റെ തലവൻ ആരായിരിക്കും? ഇന്ത്യയിലെ രാഷ്ട്രപതിയും, ബ്രിട്ടനിലാണെങ്കിൽ അവിടെ രാജാവുമായിരിക്കും. ഓക്കെ, ഇനി യഥാർത്ഥ അധികാരം, പാർലമെന്ററി സമ്പ്രദായത്തിന്റെ യഥാർത്ഥ അധികാരം ആർക്കായിരിക്കും? പ്രധാനമന്ത്രി ഉൾപ്പെടുന്ന മന്ത്രിസഭയായിരിക്കും. പ്രധാനമന്ത്രി ഉൾപ്പെടുന്ന മന്ത്രിസഭയ്ക്കായിരിക്കും യഥാർത്ഥ അധികാരം. ഓക്കെ, ഇനി നമുക്കറിയാം നിയമസഭയിൽ ഭൂരിപക്ഷം പാർട്ടി ഏതാണോ ആ സഭയുടെ ഭൂരിപക്ഷം പാർട്ടിയുടെ നേതാവായിരിക്കും പ്രധാനമന്ത്രി. എങ്ങനെ പറയാം? അപ്പോ നിയമനിർമ്മാണ സഭയിൽ ഭൂരിപക്ഷം പാർട്ടിയുടെ നേതാവായിരിക്കും പ്രധാനമന്ത്രി. എങ്ങനെ പറയാം? നിയമനിർമ്മാണ സഭയിൽ ഭൂരിപക്ഷം പാർട്ടിയുടെ നേതാവായിരിക്കും പ്രധാനമന്ത്രി. ഓക്കെ, ഇനി പ്രധാനമന്ത്രിക്ക് നിയമനിർമ്മാണ സഭയോട് എന്താ ഉണ്ടായിരിക്കും? ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. പ്രധാനമന്ത്രിക്ക് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, നമ്മുടെ പാർലമെന്ററി സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്യാബിനറ്റിന്റെ കൂട്ടുത്തരവാദിത്വം. അപ്പൊ ഈ കൂട്ടുത്തരവാദിത്വം ഏതിന്റെ പ്രത്യേകതകളെന്ന് വെച്ചാൽ പാർലമെന്ററി സിസ്റ്റത്തിന്റെ പ്രത്യേകതകളാണ്. ഓക്കെ, ഇനി കാര്യനിർവഹണ വിഭാഗവും. ഇപ്പോൾ പറഞ്ഞത് കൂട്ടുത്തരവാദിത്വത്തെ കുറിച്ചാണ്. പാർലമെന്ററി സംവിധാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കൂട്ടുത്തരവാദിത്വം. അതായത് പ്രധാനമന്ത്രിക്ക് മന്ത്രിസഭയോടും മറ്റു മന്ത്രിമാർക്ക് നമ്മുടെ പ്രധാനമന്ത്രിയോടും എന്തായിരിക്കും? ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. അതായത് അവരുടെ ഒരു തീരുമാനമെടുത്താൽ അത് എല്ലാവരും അംഗീകരിച്ചിരിക്കണം. ഇനി കാര്യനിർവഹണ വിഭാഗമില്ലേ നമ്മുടെ പാർലമെന്ററി സിസ്റ്റത്തിലെ? കാര്യനിർവഹണ വിഭാഗം അതായത് എക്സിക്യൂട്ടീവ്, അവരും നിയമനിർവഹണ വിഭാഗമില്ലേ, അതായത് നമ്മുടെ പാർലമെന്റ്, ലോക്സഭയും രാജ്യസഭയും തമ്മിൽ പരസ്പരം ബന്ധം ഉണ്ടായിരിക്കും, പരസ്പരം നിയന്ത്രിക്കും. കാര്യനിർവഹണ വിഭാഗം നിയമനിർവഹണ വിഭാഗത്തെയും, നിയമനിർവഹണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെയും പരസ്പരം എന്ത് ചെയ്യും? നിയന്ത്രിക്കും. അങ്ങനെ തന്നെ പറയാം കേട്ടോ. നിയമനിർവഹണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെയും, കാര്യനിർവഹണ വിഭാഗം നിയമനിർവഹണ വിഭാഗത്തെയും പരസ്പരം എന്ത് ചെയ്യുന്നു? നിയന്ത്രിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ പാർലമെന്ററി സംവിധാനം പിന്തുടരുന്ന കുറച്ച് രാജ്യങ്ങളുണ്ടല്ലോ. ഒന്ന് നമുക്കറിയാം ഇന്ത്യ തന്നെയാണ് അല്ലെ. പാർലമെന്ററി സംവിധാനം പിന്തുടരുന്ന രാജ്യം ഇന്ത്യ. പിന്നെ ഏതുണ്ട്? ബ്രിട്ടൻ ഉണ്ട് കേട്ടോ. ഇന്ത്യ, ബ്രിട്ടൻ, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. പിന്നെ ജർമ്മനി ഉണ്ട്. ജർമ്മനി ജാലി തുടങ്ങണ ജർമ്മനി. ഇറ്റലി ഉണ്ട് കേട്ടോ. ഇറ്റലി, ഇന്ത്യ, ബ്രിട്ടൻ, ജർമ്മനി,
ഇറ്റലി. ജാരി തുടങ്ങുന്ന പറഞ്ഞ ജപ്പാൻ, അതാണ് ജപ്പാൻ. പിന്നെ ഉണ്ട് പോർച്ചുഗൽ കേട്ടോ, പോർച്ചുഗൽ.